ഒരുപാട് നാളായിട്ടോ നമ്മൾ വീട്ടിലേക്കൊക്കെ വന്നിട്ട്. സത്യം പറഞ്ഞാൽ പാലക്കാട് റെന്റിന് വീട് എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസം ഓഫ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ ഓഫൊക്കെ എടുത്ത് രണ്ടുപേർക്കും ഓരോ ദിവസം ഓഫൊക്കെ എടുത്ത് വന്നപ്പോൾ ദേവന് സ്കൂളുണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസമാണ്. അപ്പൊ അവന് സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ ഈവനിങ് ആയിട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ 2 മണി പ്ലാന്റ് കാണായിരുന്നു. നമ്മുടെ പാലക്കാട് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ കിച്ചണിൽ വെക്കാനായിട്ട് 2 മണി പ്ലാന്റ് വേണമായിരുന്നു. അപ്പൊ അത് പൊട്ടിക്കാനായിട്ട് നോക്കിയപ്പോൾ വീടിന് ചുറ്റും ഞാൻ നോക്കിയപ്പോൾ വിനുവേട്ടനെയും ചുണ്ടേട്ടനെയും വീട്ടില് ഇത് വളരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ വിനുവേട്ടനെയും ചുണ്ടേട്ടനെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിക്കാം. എങ്ങനെ? അതല്ലേ നല്ലത്. നമ്മൾ അവിടുന്ന് ഒരു 2-3 പീസ് ഹെൽത്തി ആയിട്ടുള്ള മണി പ്ലാന്റ് നോക്കി കട്ട് ചെയ്തെടുത്തു. ഇത് സേഫ് ആയിട്ട് പാലക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ട് വളരുന്ന എനിക്ക് ഉറപ്പുണ്ട്. കാരണം നല്ല ഹെൽത്തി ആയിട്ടാണ് അത് ഇപ്പൊ തന്നെ നിൽക്കുന്നത്. ഇതിന് സേഫ് ആയിട്ട് എത്തിക്കേണ്ട കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് അത് വെള്ളത്തിലിട്ട് വെക്കാന്ന്. പിന്നെ ഇത് നമ്മുടെ വിനുവേട്ടനെയും ചുണ്ടേട്ടനെയും വീടാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്നാണ് നമ്മളിപ്പോ മണി പ്ലാന്റ് പൊട്ടിച്ച് വന്നത്. അതിനപ്പുറത്ത് കാണുന്നത് ഇത് നമ്മുടെ മാമന്റെ അമ്മായിയുടെ വീടാണ്. എത്ര പെട്ടെന്നാലേ നമ്മുടെ ഒരു ദിവസത്തെ ഓഫൊക്കെ കടന്നു പോകുന്നത്. ഇപ്പൊ തന്നെ വൈകുന്നേരമായി. ഇനിയിപ്പോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് തന്നെ പിറ്റേ ദിവസമായി. രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പാലക്കാട് പോകണം. അവിടുന്ന് റെഡിയായി ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ തന്നെ ഒരു ദിവസം പെട്ടെന്ന് പോവും. അങ്ങനെ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ എല്ലാ മാവും പൂത്തു. മാവിലൊക്കെ നിറയെ കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കണ്ണിമാങ്ങ പൊട്ടിക്കാൻ കിട്ടുമായിരുന്നെങ്കിൽ ഉപ്പിട്ട് വെക്കായിരുന്നു, അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ അത് ടെറസിന്റെ മേലെ കയറണം. അപ്പൊ അതങ്ങനെ വിട്ട് നമ്മൾ കുപ്പിയൊക്കെ കഴുകാൻ വേണ്ടി വന്നു. കുപ്പിയൊക്കെ കഴുകിയതിനു ശേഷം നമ്മൾ നേരെ ഇരുമ്പുലിയുടെ ചുവട്ടിലേക്ക് പോയിട്ടോ. ഇന്നുണ്ടല്ലോ ഉച്ചയ്ക്കൊക്കെ കലപ്പില സൗണ്ട് ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി അമ്മയും പറഞ്ഞു അപ്പുറത്തെ സ്കൂളിലുള്ളതുകൊണ്ടേ എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും പിള്ളേരൊക്കെ ഓടിയെത്തൂത്രേ ഈ ഇരുമ്പുലി പൊട്ടിക്കാനും. അതേപോലെ ഉപ്പും മുളകുണ്ടോ ചേച്ചി ചോദിച്ചിട്ട് വരുത്രേ. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നമുക്ക് പഴയ സ്കൂൾ കാലൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ ഈ ഇരുമ്പുളിയൊക്കെ കഴിച്ചിട്ടുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴാണ്. അങ്ങനെയാണ് ദേവൻ എന്നോട് ചോദിച്ചത് മേമ ഇതൊന്നും എക്സ്പ്രഷൻ ഇല്ലാതെ കഴിച്ചത് കാണിക്കാവോ. അങ്ങനെ അവൻ കഴിച്ചപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവനോട് ചോദിച്ചിട്ടോ ഏട്ടാ നിനക്കിത് പുളിക്കണമൊന്നുമില്ല. അപ്പൊ അവൻ പറയുകയാണെ ഇല്ല മേമ എനിക്കിതൊക്കെ ശീലാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട്. അങ്ങനെ ഞാനും അവനും കൂടെ ഉണ്ടല്ലോ പുളിയൊക്കെ പൊടിച്ചിട്ട് വാ നമുക്ക് പാപ്പുവിനെ ഒന്നും പറ്റിക്കാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പൊ പാപ്പുവിനെ പറ്റിക്കാന്ന് പറയുന്നത് എനിക്കും ദേവനും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. എങ്ങനെ മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഞാനും ദേവനും മുഖത്താണെങ്കിൽ അതിന്റെ സന്തോഷം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കാരണം പാപ്പുവിന് പണി കൊടുക്കാന്ന് പറയുന്നത് ദേവനും ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും അതിൽ സെറ്റ് ആയിരിക്കും. അങ്ങനെ പാപ്പുവിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ചുറ്റി ഇറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവിടെ നമ്മൾ ഈ അച്ചാറിലൊക്കെ ഇടുന്ന നാരങ്ങ കണ്ടത് കേട്ടോ. ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തറവാട്ടിൽ ചുറ്റി കറങ്ങി നിന്ന് ദേവന്റെ കുട്ടി കുട്ടി സ്റ്റോറീസ് സ്കൂളിലെ കഥകളൊക്കെ കേട്ട് നിന്നപ്പോഴേക്കും സന്ധ്യാവറ വിളക്ക് വെക്കേണ്ടേ. അപ്പൊ ഓടി വന്ന് നമ്മൾ മുറ്റൊക്കെ അടിച്ചു വാരി. പിന്നെ അതിനുശേഷം നനയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് അറിയുന്നത് പൈപ്പ് പൊട്ടി. അങ്ങനെ ആ ഓസൊക്കെ അവിടെ ഇട്ടിട്ട് ദേവനോട് ഞാൻ കുറച്ചു നേരം പറയുന്നു നറുനീണ്ടി പാൽസർബത്ത് ഉണ്ടാക്കി തരാം, തൃശ്ശൂർ സ്പെഷ്യൽ ആണെന്നൊക്കെ ഞാൻ തട്ടി വിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച പോട്ട്സിൽ വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് ഇട്ട് വെച്ചു. ഇനി ഇത് സേഫ് ആയിട്ട് പാലക്കാട് എത്തിക്കണം. ദിസ് ഈസ് അവർ നെക്സ്റ്റ്